ഓട്ടോറിക്ഷയിൽ 2.7 കോടി രൂപ കടത്തിയ കേസിൽ നിർണായകമായ മൊഴി. പണം കൊടുത്തുവിട്ടത് എറണാകുളം മാർക്കറ്റ് റോഡിലെ ടെക്സ്റ്റൈൽസ് ഉടമ രാജ മുഹമ്മദാണ് എന്നാണ് മൊഴി. ഓട്ടോയിലുണ്ടായിരുന്ന ബീഹാർ സ്വദേശി സബിൻ അഹമ്മദാണ് ഈ മൊഴി നൽകിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ആദായ നികുതി വകുപ്പും രാജ മുഹമ്മദിനെ ചോദ്യം ചെയ്തു. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് രേഖകളുണ്ടെന്നാണ് രാജ മുഹമ്മദിന്റെ മൊഴി. ആദായ നീതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. പോലീസും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആർക്കു വേണ്ടിയാണ് പണം കൊണ്ടുവന്നത് എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇന്നലെ രാവിലെ 11:30യോടെയാണ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെ സംശയകരമായ സാഹചര്യത്തിൽ മാറ്റി നിർത്തിയിട്ട ഓട്ടോറിക്ഷ ശ്രദ്ധയിൽപ്പെട്ടത്. പരിഭ്രമം കണ്ടതോടെ ഓട്ടോ ഡ്രൈവറെയും ഓട്ടോയിലുണ്ടായിരുന്ന ബീഹാർ സ്വദേശി സബിൻ അഹമ്മദ്, തമിഴ്നാട് സ്വദേശി രാജഗോപാൽ എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. വിശദമായ പരിശോധനയിൽ ഓട്ടോറിക്ഷ ഭാഗത്ത് നിന്ന് 3 തുണിസഞ്ചികളിൽ 97 കെട്ടുകളിലായി സൂക്ഷിച്ച പണം കണ്ടെത്തി. വില്ലിംഗ്ടൺ ഐലൻഡിൽ കണ്ണങ്കാട്ട് പാലത്തിന് സമീപമായിരുന്നു ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നത്. നോട്രിനൽ മെഷീനിൽ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോഴാണ് 2,70,00,000 രൂപയുണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ഭൂമി വാങ്ങാനായി കൊണ്ടുവന്നതാണ് പണമെന്നായിരുന്നു മൊഴി. എന്നാൽ മൊഴി പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. പണത്തിന്റെ ഉറവിടവും രേഖകളും ഹാജരാക്കാനായില്ലെങ്കിൽ പോലീസും ആദായ നീതി വകുപ്പും തുടർ നടപടികളിലേക്ക് കടക്കും. ജനം, കൊച്ചി.